നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ നമ്മൾ ഫ്രൂട്ടായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ച് വരുന്നത്. എന്നാൽ ചില കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പാകമായ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ് അതിന് ഉപയോഗിക്കുന്നത്. അതായത് ഈ വലിപ്പത്തിലുള്ളത്. അത് നമ്മൾ വേറൊന്നും ചെയ്യാനില്ല, അതിങ്ങ് അടത്തിയാൽ കിട്ടും. ഈ രീതിയിൽ ഇങ്ങ് അടത്തിയെടുക്കുക. ഇതാണ് ഇതിനെ അടത്തിയെടുത്ത്. ഇനി ഇതിൻ്റെ പാചക രീതികൾ എങ്ങനെയെന്ന് ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ പാചകം ചെയ്യുന്ന രീതികൾ കണ്ടു. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ രാവിലെ സാധാരണഗതിയിൽ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ചപ്പാത്തിയുടെ കറിയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കേരള കറിയാക്കി ഇതിനെ മാറ്റുകയാണ് ചെയ്തത്. ഡ്രാഗൺ ഫ്ലവറിനെ കേരള കറിയാക്കി മാറ്റുക ചെയ്തത്. ഇതിൻ്റെ ഒരു രുചി എന്താണെന്നുള്ളത് ഞാൻ പറയാം. എനിക്ക് ആദ്യമേ തന്നെ ഫീൽ ചെയ്തിരുന്നു ഇതിനൊരു നാടൻ കൂണ് ഉലർത്തിയ ഒരു രുചിയുണ്ട്. മുന്നോട്ട് നിൽക്കുന്ന ഒരു ഫ്ലേവർ എനിക്ക് തോന്നിയത്. പിന്നെ യെസ്, അത് തന്നെയാണ്, നാടൻ കൂണ് ഉലർത്തിയ അതേ രുചിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രുചിയുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും സൈഡായിട്ട് തോരനായിട്ട് കഴിക്കാവുന്ന നല്ലൊരു വിഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുള്ളവർ ഓരോരുത്തരും ഈ രീതി പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രുചിയെക്കുറിച്ച് കൂടുതൽ ബോധ്യമാവും. എന്താണേലും ഇത് എനിക്ക് പുതിയ അനുഭവമാണ്. നന്നായിരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.